പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് മുരിങ്ങ ഇലയെക്കുറിച്ചാണ്. മുരിങ്ങ ഇലയുടെ ആരോഗ്യ ഗുണങ്ങൾ, മുരിങ്ങ ഇല ആർക്കൊക്കെ കഴിക്കാം, മുരിങ്ങ ഇല കഴിക്കാൻ പറ്റാത്തവർ കഴിച്ചാൽ എന്തൊക്കെയാണ് ദോഷങ്ങൾ ഉണ്ടാകുന്നത്, അതുപോലെ നിത്യവും മുരിങ്ങ ഇല കഴിക്കാൻ പറ്റുമോ, എപ്പോഴൊക്കെയാണ് നമ്മൾ മുരിങ്ങ ഇല കഴിക്കേണ്ടത് എന്നൊക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് വിശദമായി പറഞ്ഞു തരുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ നമ്മൾ സുലഭമായി കാണപ്പെടുന്ന, കീടനാശിനി പ്രയോഗിക്കാത്ത, പലർക്കും ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിയാത്തൊരു ഔഷധ സസ്യമാണ് മുരിങ്ങയില. മുരിങ്ങയുടെ ഇല മാത്രമല്ല കേട്ടോ, മുരിങ്ങക്കായ, മുരിങ്ങയുടെ വിത്ത്, മുരിങ്ങയുടെ പൂവ്, മുരിങ്ങയുടെ വേര്, ഇതെല്ലാം ആളുകൾ ഭക്ഷണത്തിന് മാത്രമല്ല, ഇത് പല മരുന്നുകൾ ഉണ്ടാക്കാനും ആയുർവേദിക്കിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ മുരിങ്ങ മരം. വിദേശ രാജ്യങ്ങളിലൊക്കെ മുരിങ്ങയില പൗഡറായിട്ടും അല്ലെങ്കിൽ ക്യാപ്സൂളായിട്ടുമൊക്കെ അവിടെ മാർക്കറ്റുകളിൽ നിന്നും നമുക്ക് വാങ്ങാൻ സാധിക്കും. മാത്രമല്ല, ഒരുപാട് രോഗങ്ങൾക്കൊക്കെ ശമനമായിട്ട് ആയുർവേദിക്കിലൊക്കെ പാരമ്പര്യമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഒരു ഔഷധ സസ്യമാണ് ഈ മുരിങ്ങ മരം. ഈ മുരിങ്ങയില നമ്മൾ നിത്യവും കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിന് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചിട്ടും നമുക്ക് ശോധന ഇല്ലാത്ത ആളുകളൊക്കെ ഈ മുരിങ്ങ ഇല നിത്യവും കഴിക്കുന്നത് കൊണ്ട് അവർക്ക് നല്ല ശോധന ലഭിക്കുന്നതാണ്. ഗ്യാസ് ട്രബിൾ, അസിഡിറ്റി, വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും ശിഫയാണ് നമ്മൾ നിത്യവും മുരിങ്ങയില കഴിക്കുന്നത്. മുരിങ്ങയില കഴിക്കുന്നതിലൂടെ നമ്മുടെ ദഹനപ്രക്രിയ മെച്ചപ്പെടും. പ്രിയപ്പെട്ടവരെ, ഈ മുരിങ്ങയില നിങ്ങൾക്ക് നിത്യവും കഴിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും മുരിങ്ങയില കഴിക്കണം. കാരണം ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രധാനമായിട്ടും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാൻ ഈ മുരിങ്ങയിലേക്ക് സാധിക്കും. ദിവസവും മുരിങ്ങയുടെ കായ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടും. ഒരുപാട് ആളുകൾ ഇന്ന് പ്രായവ്യത്യാസമില്ലാതെ ലൈംഗികപരമായിട്ട് പല പ്രയാസങ്ങളും നേരിടുന്നവരാണ്. അവർക്കൊക്കെയും അവരുടെ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്താൻ നിത്യവും മുരിങ്ങക്കായ കഴിക്കുന്നത് ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. മാത്രമല്ല, മറ്റ് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് മുരിങ്ങക്കായ കഴിക്കുന്നത് കൊണ്ട് ലഭിക്കും. മാത്രമല്ല, പൈൽസ് രോഗം, മൂലക്കുരു രോഗം, ഇത് ശിഫയായി കിട്ടാനും, മാത്രമല്ല മൂലക്കുരു രോഗം നമുക്ക് വരാതിരിക്കാനും നമ്മൾ നിത്യവും മുരിങ്ങയുടെ ഇല കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ നിങ്ങൾ ദിവസവും മുരിങ്ങയില കഴിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൻ്റെയും കരളിൻ്റെയും വൃക്കയുടെയും ഒക്കെ ആരോഗ്യം വർദ്ധിക്കും. ശ്വാസം മുട്ടൽ, ശ്വാസതടസ്സം ഇതൊന്നും വരാതിരിക്കാൻ, അതുപോലെ അറ്റാക്ക്, സ്ട്രോക്ക് ഇതൊന്നും നമുക്ക് വരാതിരിക്കാൻ നിത്യവും മുരിങ്ങയില കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും നല്ലതാണ്. ഈ ഇലയിൽ ധാരാളം പ്രോട്ടീനും ഫൈബറും അടങ്ങിയിട്ടുണ്ട്. ഒരു പിടി മുരിങ്ങ ഇലയിൽ ഏകദേശം 2 ഗ്രാമോളം ഫൈബറും പ്രോട്ടീനും അടങ്ങിയിട്ടുണ്ട്. ഈ മുരിങ്ങ ഇലയിൽ ധാരാളം B6 ഉള്ളതുകൊണ്ട് തന്നെ മുടി കൊഴിച്ചിൽ ഉണ്ടാകില്ല. മാത്രമല്ല, മുടി സമൃദ്ധമായിട്ട് വളരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മുടി കൊഴിച്ചിൽ ഉള്ളവർ മുടി സമൃദ്ധമായി വളരാൻ, മുടിക്ക് നല്ല കറുപ്പുണ്ടാകാൻ, അതുപോലെ മുടിയുടെ ആരോഗ്യം വർദ്ധിക്കാൻ നിങ്ങൾ നിത്യവും ഈ മുരിങ്ങയില കഴിക്കുന്നത് ഏറ്റവും നല്ലതാണ്. വൈറ്റമിൻ എ ധാരാളം ഉള്ളതുകൊണ്ട് നമ്മുടെ ബ്രെയിനിനും കണ്ണിനും സ്കിന്നിനും വളരെ നല്ലതാണ് ഇത്. മുരിങ്ങയില ദിവസവും നമ്മൾ കഴിക്കുന്നത് കൊണ്ട് രക്തസമ്മർദ്ദം, മലബന്ധം, കൊളസ്ട്രോൾ ഇതൊക്കെയും കുറക്കാൻ സഹായിക്കും. ഇനി മറ്റു ഗുണങ്ങളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു. അതുപോലെ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറച്ച് പ്രമേഹ രോഗത്തിന് സാധ്യത കുറയ്ക്കുന്നു. അതായത് പ്രിയപ്പെട്ടവരെ, നിത്യവും നിങ്ങൾ മുരിങ്ങയില കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പ്രമേഹ രോഗം ഉണ്ടാവുകയില്ല എന്ന് തന്നെ പറയാം. മാത്രമല്ല, ബ്ലാക്ക് കൊളസ്ട്രോൾ നിയന്ത്രിച്ച് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നു. ഈ ഇലയിൽ ധാരാളം കാൽസ്യം അടങ്ങിയതുകൊണ്ട് നമ്മുടെ എല്ലിൻ്റെയും പല്ലിൻ്റെയും ആരോഗ്യം മെച്ചപ്പെടുന്നു. അതോടൊപ്പം അയണിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് നമുക്കുണ്ടാകുന്ന ക്ഷീണം, ബലഹീനത, തളർച്ച, ഉറക്കമില്ലായ്മ
ഇതൊക്കെയും മാറിക്കിട്ടും. പ്രിയപ്പെട്ടവരെ, ക്യാരറ്റ് നല്ലൊരു വെജിറ്റബിൾസ് ആണെന്ന് നമുക്കറിയാം. എന്നാൽ ക്യാരറ്റിനേക്കാൾ 4 ഇരട്ടി വൈറ്റമിൻ എ ഈ മുരിങ്ങ ഇലയിൽ അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല മിൽക്കിനേക്കാൾ, പാലിനേക്കാൾ 4 ഇരട്ടി കാൽസ്യം ഈ മുരിങ്ങ ഇലയിലുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലിൻ്റെ ബലത്തിനും പല്ലിൻ്റെ ഉറപ്പിനും കുട്ടികളുടെ വളർച്ചയ്ക്കുമൊക്കെ കുട്ടികൾക്കൊക്കെ നിങ്ങൾ ദിവസവും മുരിങ്ങ ഇല കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ഓറഞ്ചിനേക്കാൾ 7 ഇരട്ടി വൈറ്റമിൻ സി ഈ മുരിങ്ങ ഇലയിലുണ്ട്. വാഴപ്പഴത്തേക്കാൾ 3 ഇരട്ടി പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗുണങ്ങളാണ് ഒരു പിടി മുരിങ്ങ ഇലയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് ദിവസവും മുരിങ്ങ ഇല നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുക. ഇനി മുരിങ്ങ ഇല നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടത്? മുരിങ്ങ ഇല നമുക്ക് കറി വെച്ച് കഴിക്കാം, തോരനുണ്ടാക്കി കഴിക്കാം, ജ്യൂസ് അടിച്ച് കഴിക്കാം. അതുപോലെ മുരിങ്ങയുടെ കായും നമുക്ക് കറി വെച്ച് കഴിക്കാം, തോരനുണ്ടാക്കി കഴിക്കാം. മാത്രമല്ല മുരിങ്ങയുടെ പൂവും നമുക്ക് തോരനുണ്ടാക്കി കഴിക്കാം. മുരിങ്ങയുടെ ഇല അത് പൊടിച്ച് ഒരു പൗഡറാക്കി കഴിഞ്ഞാൽ നമുക്ക് കറിയിലൊക്കെ ഉപയോഗിക്കാം. വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ മുരിങ്ങയുടെ ഇല അവർ പൗഡറാക്കിയിട്ടാണ് ഉപയോഗിക്കാറ്. മാത്രമല്ല ക്യാപ്സുളായിട്ട്, അതായത് ഗുളികകളായിട്ടും അവർ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് രീതിയിൽ നമുക്ക് ഈ മുരിങ്ങ ഇല, മുരിങ്ങക്കായ, മുരിങ്ങയുടെ പൂവൊക്കെ നമുക്ക് കഴിക്കാം. എന്നാൽ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ആർക്കൊക്കെയാണ് മുരിങ്ങക്കായ, മുരിങ്ങയുടെ ഇല കഴിക്കാൻ പറ്റുക, കഴിക്കാൻ പറ്റാത്തത്, ഇതാണ് ഇനി പറയുന്നത്. ലോ ബി പി ഉള്ള ആളുകൾ ഒരിക്കലും മുരിങ്ങ ഇല കഴിക്കരുത്. അതായത് ബ്ലഡ് പ്രഷർ കുറവായവർ ഒരിക്കലും മുരിങ്ങ ഇല കഴിക്കരുത്. കാരണം ഇത് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ ബി പി നമ്മുടെ ശരീരത്തിൽ കുറയാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ഹൈ ബി പി ഉള്ള ആളുകൾ, കൂടുതൽ പ്രഷർ ഉള്ള ആളുകൾക്ക് പ്രഷർ കുറക്കാൻ വേണ്ടിയിട്ട് മുരിങ്ങ ഇല ദിവസവും കഴിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ IBS ഉള്ള ആളുകൾക്കും ഈ മുരിങ്ങ ഇല കഴിക്കുന്നത് അത്ര നല്ലതല്ല. IBS എന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ടോയ്ലറ്റിൽ പോകാൻ, ബാത്റൂമിൽ പോകാൻ നമുക്കിങ്ങനെ തോന്നുകയാണെങ്കിൽ അതിനാണ് IBS എന്ന് പറയുക. അത്തരത്തിൽ വയറ്റിൽ നിന്നും ധാരാളം പോകുന്ന ആളുകൾക്ക് മുരിങ്ങ ഇല ദിവസവും കഴിക്കുന്നത് നല്ലതല്ല. എന്നാൽ വയറ്റിൽ നിന്നും പോകാത്ത ആളുകൾ, വയറ്റിൽ നിന്ന് ശോധനയില്ലാതെ ബുദ്ധിമുട്ടുന്ന എത്രയോ ആളുകളുണ്ട്. അങ്ങനെയുള്ള ആളുകളൊക്കെ നിത്യവും നിങ്ങൾ മുരിങ്ങ ഇല കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ശോധനയുണ്ടാകും. അതുപോലെ മുലയൂട്ടുന്ന സ്ത്രീകൾ, ഗർഭിണികൾ ഇവരൊക്കെയും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മുരിങ്ങ ഇല കഴിക്കുക. മാത്രമല്ല സ്ഥിരമായിട്ട് എന്തെങ്കിലും രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്നവരും നിങ്ങളും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മുരിങ്ങ ഇല കഴിക്കുക. ഇനി സാധാരണ എല്ലാ ദിവസവും മുരിങ്ങ ഇല കഴിക്കുന്നവരോട് പറയുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും മുരിങ്ങ ഇല കഴിക്കുകയാണെങ്കിൽ ധാരാളം കഴിക്കരുത്, കുറച്ച് മാത്രം എല്ലാ ദിവസവും കഴിക്കുക. അമൃതവും അമിതമായാൽ വിഷമാണ് എന്ന് പറയുന്നത് പോലെ മുരിങ്ങ ഇലയും അമിതമായാൽ അത് നമ്മുടെ ശരീരത്തിന് ദോഷമായി ബാധിച്ചേക്കാം. പലരും പറയുന്ന കാര്യമാണ് കർക്കിടക മാസമായാൽ മുരിങ്ങ ഇല കഴിക്കുന്നത് അത്ര നല്ലതല്ല എന്നുള്ളത്. എന്നാൽ അത് പൂർണ്ണമായിട്ടും തെറ്റാണ്. അതിന് കാരണമായിട്ട് പൂർവികരും മറ്റുമൊക്കെ പറയുന്നത് കർക്കിടക മാസത്തിൽ മണ്ണിലുള്ള വിഷാംശങ്ങളെല്ലാം ഈ മുരിങ്ങ മരം വലിച്ചെടുക്കുമെന്നാണ്. അതുകൊണ്ട് കർക്കിടക മാസം നമ്മൾ ഇല കഴിച്ചു കഴിഞ്ഞാൽ ആ വിഷാംശം എല്ലാം നമ്മുടെ ശരീരത്തിലേക്ക് ചേരുകയും പിന്നീട് നമുക്ക് അത് കാരണം പല രോഗങ്ങളും വരും എന്നാണ് പൂർവികരും മറ്റും പറയുന്നത്. എന്നാൽ ആധുനിക ശാസ്ത്രം, അതുപോലെ ആയുർവേദിക്കൊക്കെ പറയുന്നത് അതൊരിക്കലും ശരിയല്ല. എല്ലാ മാസവും നമുക്ക് മുരിങ്ങ ഇല ഭക്ഷിക്കാം, അതുകൊണ്ട് യാതൊരു കുഴപ്പവും ഇല്ല എന്നാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും ഈ മുരിങ്ങ ഇല കുറച്ച് അളവിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. മാത്രമല്ല നിങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുക്കുക, വളരെ നല്ലതാണ്. ഒരുപാട് പ്രോട്ടീനും ഫൈബറും കാൽസ്യവും മറ്റനേകം ഔഷധ ഗുണങ്ങളും അടങ്ങിയിട്ടുള്ള ഒരു ദിവ്യ ഔഷധ സസ്യം തന്നെയാണ് നമ്മുടെ വീട്ടുപറമ്പിലൊക്കെ കാണപ്പെടുന്ന ഈ മുരിങ്ങ ഇല, അതുപോലെ മുരിങ്ങക്കായ. ശോധനയില്ലാതെ വയറ്റിൽ നിന്നും പോകാതെ പ്രയാസപ്പെടുന്നവരൊക്കെ
ഗുളികകൾ കഴിക്കാതെ നിങ്ങൾ ദിവസവും ഈ മുരിങ്ങായുടെ ഇല അല്ലെങ്കിൽ മുരിങ്ങാക്കായ കഴിക്കുക. ഉറപ്പാണ്, ഞാൻ ഉറപ്പ് തരികയാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും നല്ല ശോധന ലഭിക്കും. മാത്രമല്ല മലസംബന്ധമായിട്ടുള്ള വയർ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളും എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നിങ്ങൾക്ക് മാറിക്കിട്ടും. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായി പങ്കുവച്ചത്. ഈ ഒരു അറിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ഈ വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. എല്ലാ രോഗങ്ങളെ തൊട്ടും നാം എല്ലാവരെയും അള്ളാഹു സുബ്ഹാനഹു തആല കാത്തു രക്ഷിക്കുമാറാകട്ടെ. രോഗങ്ങൾ ഉള്ളവരുടെ രോഗങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ശിഫ നൽകട്ടെ. ജീവിതത്തിൽ സമാധാനം നൽകട്ടെ. ഇഹലോകത്തും നമുക്കെല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.